പക്ഷെ ഇവിടെ നശിക്കണതൊക്കെ പറഞ്ഞാൽ ഈ ആൺകുട്ടികളല്ല, പെൺകുട്ടികളാണ് നശിക്കുന്നത്. പെൺകുട്ടികളാണ് ഇപ്പോൾ ജീവിതം തുമ്പില്ലാതാണത് പെൺകുട്ടികളുടെ. കാരണം ഓരോ ചെക്കന്മാരും അവരതൊക്കെ നാശാക്കിയത് കഴിഞ്ഞാണ്ട് ഇവരെ പേര് പിന്നെ വിവാഹം വേണ്ട, ഒറ്റ വേണ്ട, അങ്ങനെ ഏജ് ഓവറായി കുറേ കഴിഞ്ഞ് ചെക്കന്മാർക്ക് പിന്നെ വേണ്ടാകുക. അത് നാട്ടിലൊക്കെ എന്താ ഒരു കല്യാണം കഴിക്കുക, കെട്ടി കാര്യം തീർക്കുക, ഒഴിവാക്കുക, എത്രയാണ് നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും നല്ല ഒരു വ്യവസായം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നല്ലത് റിസോർട്ടാണ്. റിസോർട്ടല്ല, ചെറിയ വാടക കെട്ടിടങ്ങൾ, റിസോർട്ടൊന്നും വേണമെന്നില്ല, അതായത് വാടക കെട്ടിടങ്ങളായാലും മതി തുടങ്ങിപ്പോയി. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പഠന രീതിയൊക്കെ മാറില്ലോ. സെൻട്രൽ ഡോക്ടറും മറ്റൊക്കെ പറഞ്ഞാണ്ട് അങ്ങോട്ടും എല്ലാവരും ഒപ്പം ഇരിക്കുക, അതുപോലെ തന്നെ ഒപ്പം പഠിക്കുക, ഒപ്പം എല്ലാം ഒപ്പം ആൾപ്പണി വ്യത്യാസമില്ലാതെ എല്ലാം ഒരുമിച്ചാണ്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് മറ്റേ ഒരു സമ്മതമാണെങ്കിൽ ബന്ധപ്പെടാൻ വരെ കോടതി പറഞ്ഞത്. ശാരീരികമായിട്ടൊക്കെ സമ്മതമാണെങ്കിൽ ബന്ധപ്പെടാം. അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗർഭനിരോധന കുറികളൊക്കെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ആവശ്യം പാടൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. അതല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പെൺകുട്ടിക്ക് തന്നെ സ്വന്തമായിട്ട് പിന്നെ അബോർഷൻ ചെയ്യുക, അതിനാരും സമ്മതം ആവശ്യമില്ല, ഉപയോഗമാണ്. ഗർഭിണിക്ക് നേരിട്ട് ചെന്ന് കണ്ട് അബോർഷൻ ചെയ്യാം. അതിന് വാപ്പൻ്റെ അമ്മാൻ്റെ അല്ലെങ്കിൽ ഭാര്യൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒന്നും ആരും അനുവാദം ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ MDMA മറ്റോ സാധനം കൊള്ളവർക്ക് ഇഷ്ടം പോലെ അത് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനി ഈ ലൈംഗിക ബന്ധങ്ങൾ കൂടുതലായിട്ട് കൂടാൻ സാധ്യത ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പം നമുക്ക് ലോഡ്ജുകളാണ് പിന്നീട് ആവശ്യം. അപ്പം ലോഡ്ജിൽ എടുത്തിട്ടോളി. ഇതിന് പേരിട്ടാണ്ട് ടൂറിസ്റ്റ് ഇവിടെയുള്ള ലോഡ്ജ്.